Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനും ലാസ്റ്റ് മൊഡ്യൂളിനും 10 മാർക്ക് വീതം, ഈ 2 മൊഡ്യൂളിലും നമുക്ക് തിയറി പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും നമുക്ക് 25 മാർക്ക് വീതം വരുന്നുണ്ട്. ഈ 2 മൊഡ്യൂളിലാണ് നമുക്ക് ഡ്രാമയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ തിയറിയും ഡ്രാമയും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് ലാസ്റ്റത്തെ മൊഡ്യൂളിൽ 3 ചാപ്റ്റേഴ്സിനും കൂടി ഒരൊറ്റ സെറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് അത് പഠിക്കുകയാണെങ്കിൽ ആ ഒരു മൊഡ്യൂൾ അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് ഡ്രാമയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഹിസ്റ്ററിയും തിയറിയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രാമയുടെ തിയേറ്റർ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഡ്രാമയുടെ ഹിസ്റ്ററിയൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി പോയാൽ മതിയാവും. ഗ്രീസിൽ നിന്നാണ് ആരംഭിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിന് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ സംബന്ധിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളുടെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ തിയേറ്റർ മൂവ്മെൻറ്റ്സ്, അവാൻഗാർഡ്, എക്സ്പ്രഷനിസ്റ്റ്, സർറിയലിസ്റ്റ് എന്നൊക്കെ പറയുന്ന തിയേറ്റർ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഭാഗവും, അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ ട്രാജഡിയുമായി ബന്ധപ്പെട്ടുള്ള ഒബ്സർവേഷനുമാണ് ആ ഒരു മൊഡ്യൂൾ നമുക്ക് മെയിനായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഈ സെക്കൻഡ് തേർഡ് മൊഡ്യൂളിലുള്ള ഡ്രാമാസ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററുകളിലെ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. 3 സെക്ഷനിലായിട്ടാണ് ചോദിക്കുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്സ്, എസ്സേ എന്നുള്ള രീതിയിൽ. അതിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ സെഷനിൽ നമുക്ക് 3 മാർക്ക് വീതമാണ് ചോദ്യങ്ങൾ. 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ തന്നെ നമുക്ക് 24 മാർക്ക് കിട്ടും. എന്നാൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമുക്കറിയാം ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോളണമെന്നില്ല. 1/2 മാർക്ക് 1 മാർക്കൊക്കെ മിസ്സാവുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സീലിംഗിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ്, വാട്ട് ഈസ് യൂണിറ്റി ഓഫ് ആക്ഷൻ? നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ ട്രാജഡിയുടെ ഒബ്സർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രാജഡിയിലെ പ്ലോട്ട് അല്ലെങ്കിൽ അതിലെ സ്റ്റോറി ഒരു ആക്ഷനിൽ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഹീറോയുടെ അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ഒരു ആക്ഷനിൽ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. സബ് പ്ലോട്ടുകളൊന്നും ഉണ്ടാവരുത്. വേറെ ക്യാരക്ടേഴ്സിൻ്റെ സബ് ആയിട്ടുള്ള കഥകളും മറ്റൊന്നും വരരുത്. പിന്നെ ഒരൊറ്റ പ്ലേസിൽ ഒരൊറ്റ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റി ഓഫ് ആക്ഷനിൽ പറയുന്നത്. ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് എ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട് ഇൻ എ ട്രാജഡി? ഇതും അരിസ്റ്റോട്ടിലിൻ്റെ ഒബ്സർവേഷൻ എന്ന് വരുന്നത് തന്നെയാണ്. ഈ സിമ്പിൾ പ്ലോട്ടും കോംപ്ലക്സ് പ്ലോട്ടും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. അതിനകത്ത് ട്വിസ്റ്റോ ടേണോ ഒന്നും ഉണ്ടായിരിക്കില്ല. കോംപ്ലക്സ് പ്ലോട്ട് ആകുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ നമ്മൾ ഈ അരിസ്റ്റോട്ടിൽ പറയുന്നത് അനഗ്നോറിസ്, പെരിപ്പീഷ്യ എന്നുള്ള 2 വാക്കുകളാണ്. അതായത് ഈ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അതിലത്തെ ട്രാജിക് ഹീറോയ്ക്ക് തൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാവുന്ന ഒരു നിമിഷം. ഈ 2 കാര്യങ്ങളാണ് ഒരു കോംപ്ലക്സ് പ്ലോട്ടിനകത്ത് ഉണ്ടാവുന്നതായിട്ട് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എൻ അസൈഡ്? അസൈഡ് നമ്മൾ ഹോം എന്നുള്ള പ്ലേയിലാണ് കാണുന്നത്. ക്യാരക്ടേഴ്സ് ഡയറക്റ്റായിട്ട് ഓഡിയൻസിനോട് അവരുടെ തോട്ട്സും ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അസൈഡ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ദെൻ കമൻറ്റ് ഓൺ ദ ക്യാരക്ടർ ഫ്രീഡ ഇൻ ദ പ്ലേ ലൈറ്റ്സ് ഔട്ട്. ലൈറ്റ്സ് ഔട്ട് എന്നുള്ള പ്ലേയിൽ ഫ്രീദയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്രീദ ആ ഒരു വീട്ടിലെ ഭാസ്കറിൻ്റെ ലീലയെ വീട്ടിലെ മെയ്ഡാണ്, ഹൗസ് മെയ്ഡാണ്, വീട്ടിലെ ജോലിക്കാരിയാണ്. ഷീ റിമെയിൻസ് ഓൺ ദ സ്റ്റേജ് ത്രൂ ഔട്ട് ദ പ്ലേ ബട്ട് ഹാസ് നോ ഡയലോഗ്. ഈ പ്ലേ കഴിയുന്നവരെ ഈ സ്റ്റേജിലുണ്ട്, പക്ഷേ ഡയലോഗ് ഒന്നുമില്ല. അവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു സിമ്പിൾ പോലെയാണ്. ഇങ്ങനെ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ശബ്ദമില്ലാത്ത ആളുകളുടെ ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫ്രീഡയെ ആ ഒരു പ്ലേയിൽ കാണുന്നത്. ഈ തിയേറ്റർ ഇൻ ദ ഷേക്സ്പിയറൻ ഏജ്, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലുള്ള തിയേറ്ററിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റിയോ ലൈറ്റിങ്ങോ സൗണ്ടോ ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് അത്തരത്തിലുള്ളൊരു തിയേറ്ററാണ് ഉണ്ടായിരുന്നത്. ഡേ ടൈമിലാണ് പ്ലേ ഉണ്ടാവുക, നമുക്ക് രാത്രി അവതരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൂടാതെ തന്നെ സ്റ്റേജ് സെറ്റിങ്സൊക്കെ വളരെ മിനിമലായിരുന്നു. പിന്നെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം പറയുന്നത്, സ്ത്രീകൾ അഭിനയിച്ചിരുന്നില്ല. സ്ത്രീകളുടെ വേഷങ്ങൾ പുരുഷന്മാർ തന്നെയാണ് അഭിനയിച്ചിരുന്നത് എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സവിശേഷത.
ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിയലിസം? റിയലിസം എന്ന് പറയുന്നത് മറ്റൊരു തിയേറ്റർ മൂവ്മെൻ്റ് ആണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിയൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. റിയൽ സെറ്റിങ്സിൽ റിയൽ ക്യാരക്ടേഴ്സ്, റിയൽ ആയിട്ടുള്ള ഡയലോഗ്, അതായത് സാധാരണ ആളുകൾ സംസാരിക്കുന്ന പോലുള്ള ഡയലോഗ്. നമുക്കറിയാം നാടകത്തിനകത്തൊക്കെ കുറച്ച് നാടകീയമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നുമില്ലാതെ എല്ലാം റിയൽ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് റിയലിസം എന്ന് പറയുന്നത്. പിന്നെ കമൻറ്റ് ഓൺ ദി ഓപ്പണിംഗ് സീൻ ഓഫ് 30 Days in September. 30 Days in September ഓപ്പണിംഗ് സീനിൽ നമ്മൾ കാണുന്നത് മാല കാത്രി എന്ന ക്യാരക്ടറിൻ്റെ ഒരു കൗൺസിലിംഗ് സെഷനാണ്. ആ കൗൺസിലിംഗ് സെഷനിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർ അപ്പിയർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അവരുടെ ആദ്യത്തെ കൗൺസിലിംഗ് സെഷൻ്റെ ഓഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവർ വളരെ വൾണറബിൾ ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ടും നമ്മളുടെ കോൺട്രാസ്റ്റ്, മാലയുടെ ഈ പുതിയ ഒരു കോൺഫിഡൻസും അവരുടെ പഴയ ഒരു അവസ്ഥയും നമ്മളുടെ കോൺട്രാസ്റ്റാണ് നമ്മൾ ഓപ്പണിംഗ് സീനിൽ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്ലേയുടെ ഒരു തീം സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ നോൺ ലീനിയർ ആയിട്ടുള്ള നരേറ്റീവ്, ഫ്ലാഷ് ബാക്കിലേക്കും പ്രസൻറ്റിലേക്കും മാറി വരുന്ന ആ ഒരു രീതിയൊക്കെ ഈ ഒരു ഫസ്റ്റ് സീനിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. Then what happened to Caliban at the end of the play? നമ്മൾ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന പ്ലേ എന്ന് വരുന്നതാണ്. കാലിബാൻ എന്ന് പറയുന്നത് ഒരു രാക്ഷസന്, ഒരു മന്ത്രവാദിനിയിൽ ജനിച്ച പുത്രൻ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെ പ്രോസ്പെറോ ജോലിക്ക് നിർത്തിയിരിക്കാനുണ്ടായിരുന്നത്. കാലിബാന് ലാസ്റ്റ് സംഭവിക്കുന്നത്, പ്രോസ്പെറോ മറ്റെല്ലാവരോടും ക്ഷമിച്ച പോലെ തന്നെ കാലിബാനോടും ക്ഷമിക്കുന്നു. ലാസ്റ്റ് ആളുടെ സെല്ലൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ള ടാസ്ക് കൊടുത്തിട്ട് അതിനുശേഷം ഫ്രീ ആയിട്ട് പോകാമെന്നാണ് കാലിബാൻ്റെ അടുത്ത് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സ്റ്റേജ് പേജ് ഡിവൈഡ്? സ്റ്റേജ് പേജ് ഡിവൈഡ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് സ്ക്രിപ്റ്റും ഒരു പ്ലേ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ്. പലപ്പോഴും ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അതുപോലെ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്റ്റേജ് പേജ് ഡിവൈഡ് എന്ന് പറയുന്നത്. ഇനി അവാൻഗാർഡ് തിയേറ്റർ എന്താണെന്ന് ചോദിക്കുന്നു. അതും തിയേറ്റർ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് പരീക്ഷണ അടിസ്ഥാനത്തിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തിയേറ്ററിനെയാണ് നമ്മൾ അവാൻഗാർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വിഷ്വൽസ്, അതുപോലെ തന്നെ മ്യൂസിക്, ഡാൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെർജ് ചെയ്യുന്ന തരത്തിൽ പുതിയ രീതിയിലുള്ള നാടക അവതരണങ്ങളെയാണ് നമ്മൾ അവാൻഗാർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 36 മാർക്കാണ് സീലിംഗ്. അപ്പോൾ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് ആൻസർ ചെയ്താൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ 1-2 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്യാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് തന്നെയാണ് നല്ലത്. ഇതിൽ നമ്മളൊക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് ട്രാജഡിയാണ്. നമുക്ക് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്നുള്ള അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതിനകത്ത് ട്രാജഡിയുടെ 6 എലമെൻറ്റ്സ്, അതുപോലെ തന്നെ 3 യൂണിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയേണ്ടി വരിക. പിന്നെ നമുക്ക് കമൻറ്റ് ഓൺ ദ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് ദ പ്ലേ ഹോം. ഹോം എന്ന പ്ലേയിൽ നരേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് ഒരു ഫ്രാഗ്മെൻറ്റഡ് നോൺ ലീനിയർ നരേറ്റീവാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഓർഡറിലല്ല കഥ പോകുന്നത്. ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അവരുടെ മെമ്മറിയിലെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ആ കോക്രോച്ച് ഇൻസിഡൻറ്റ്, അതുപോലെ തന്നെ ആ ഒരു കിച്ചണിലെ സ്റ്റെയിൻ, അത്തരം കാര്യങ്ങളിലൊക്കെ അസാദിൻ്റെയും അതുപോലെ പർണിയാൻ്റെയും റോയയുടെയൊക്കെ ഓരോരുത്തരുടെ ഡയലോഗിനകത്ത് നമുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഫ്ലാഷ് ബാക്കും മെമ്മറിയും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നോൺ ലീനിയർ ഫ്രാഗ്മെൻറ്റഡ് നരേറ്റീവാണ് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സോഷ്യൽ റിയലിസം ഇൻ ദ പ്ലേ ലൈറ്റ്സ് ഔട്ട് ആണ് ചോദിക്കുന്നത്. ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്ന പ്ലേയിലകത്ത് നമുക്ക് സൊസൈറ്റിയുടെ ഒരു ഇൻഡിഫറൻസ്, അതായത് പുറത്ത് നടക്കുന്ന അക്രമങ്ങളോടും അനീതികളോടും പ്രതികരിക്കാതിരിക്കുന്ന, സൈലൻ്റ് ആയിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് ലൈറ്റ്സ് ഔട്ട് എന്നുള്ള പ്ലേയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ റിയലിസമാണ് നമ്മൾ അവിടെ കാണുന്നത്. സമൂഹത്തിനകത്ത് ഇതുപോലെ പലതും നടക്കുന്ന സമയത്ത് അത് കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കുന്ന ആളുകളുടെ ഒരു ചിത്രമാണ് ആ പ്ലേക്കകത്തുള്ളതെന്നൊക്കെ നമ്മൾ പറയും. പിന്നെ എക്സ്പ്രഷനിസമാണ് ചോദിക്കുന്നത്. നമുക്ക് തിയേറ്റർ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്രഷനിസം നമുക്ക് ജർമ്മനിയിൽ ആരംഭിച്ചിട്ടുള്ള ഏർലി 20th സെഞ്ച്വറിയിൽ ആരംഭിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്സ്പ്രസ് ചെയ്ത്, ആക്ടിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇന്നർ ഫീലിങ്സ്, അതുപോലെ തന്നെ അവരുടെ മൈൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ഫിയർ, അവരുടെ ഡിപ്രഷൻ, അവരുടെ ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് ഉണ്ടാവുന്നത്.
ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഐ വിൽ മാരി വെൻ ഐ വാണ്ട്. ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്നുള്ള പ്ലേയുടെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മാരേജ് അതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. കിഗുണ്ടയുടെയും വങ്കേച്ചിയുടെയും മാരേജ് സിൻഫുള്ളാണ്, അവർ ചർച്ച് വെഡ്ഡിങ് നടത്തണമെന്ന് പറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഈ ഒരു ഭൂമി നഷ്ടപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മാരേജ് എന്ന് പറയുന്നത് ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ ശരിക്കും ഐ വിൽ മാരി ഹൗ ഐ വാണ്ട് എന്നുള്ള രീതിയിൽ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതായത് അവർ ട്രഡീഷണൽ രീതിയിലാണ് അവർ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൾച്ചറിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ദെൻ റിച്ചാർഡ് ഷെച്ച്നേഴ്സ് കൺസെപ്റ്റ് ഓഫ് പെർഫോമൻസ് സ്റ്റഡീസ്. പെർഫോമൻസ് സ്റ്റഡീസിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. പെർഫോമൻസ് സ്റ്റഡീസിൽ നമ്മൾ ആദ്യം പറയുന്നത് പെർഫോമൻസ് എന്നതുകൊണ്ട് നമ്മൾ സ്റ്റേജിലുള്ള പെർഫോമൻസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബോധപൂർവം മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും പെർഫോമൻസ് ആയിട്ട് ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പിന്നെ പെർഫോമൻസ് സ്റ്റഡീസിനെ സ്പെഷ്യലാക്കുന്ന 3-4 ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറഞ്ഞാൽ മതിയാവും. പിന്നെ ചോദിക്കുന്നത് പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ ആണ്. അതും നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ എന്ന് പറയുന്നത് സ്റ്റോറിക്കും ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിഷ്വൽസിനും അതുപോലെ തന്നെ സെൻസറി എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിംബോളിസമായിട്ടും ഇമേജറി ആയിട്ടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. പിന്നെ റോൾ ഓഫ് കോറസ് ആണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സെക്ഷനിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. കോറസിന് ഈ ക്ലാസിക്കൽ ഡ്രാമയിൽ അല്ലെങ്കിൽ ആദ്യകാലത്തെ ഡ്രാമയിൽ നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലെ നമുക്ക് ഫ്ലാഷ് ബാക്കുകൾ കാണിക്കാനോ അല്ലെങ്കിൽ സെറ്റിങ്സിനകത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താനോ ഉള്ളൊരു സാഹചര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് കോറസാണ് അവരതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, കമൻ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് കോറസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കോറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ദെൻ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 ചോയ്സ് വരുന്നുണ്ട്. അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ മതിയാവും. ആദ്യത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ഹൗ ദ ഫീമെയിൽ ബോഡി ഈസ് എ പവർഫുൾ നെറേറ്റീവ് ടൂൾ യൂസ്ഡ് ബൈ ഫീമെയിൽ പ്ലേ റൈറ്റ്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ പ്ലേസ് റൂയിൻഡ് ആൻഡ് ലൈറ്റ്സ് ഔട്ട്. അപ്പോൾ റൂയിൻഡ് ലൈറ്റ്സ് ഔട്ട് എന്നുള്ള പ്ലേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഫീമെയിൽ ബോഡി ഒരു നരേറ്റീവ് ടൂളായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ റൂയിൻഡ് എന്ന് പറയുന്ന പ്ലേക്കകത്ത് നമ്മളത് പ്രത്യേകിച്ചും കാണുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സലീമ എന്ന് പറയുന്ന ക്യാരക്ടർ യു വിൽ നോട്ട് ഫൈറ്റ് യുവർ വാൾസ് ഓൺ മൈ ബോഡി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഡയലോഗ് എംഫസൈസ് ചെയ്തുകൊണ്ട് പിന്നെ ആ ഒരു പ്ലേയുടെ ഒരു തീം സമ്മറിയൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ലൈറ്റ്സ് ഔട്ട് എന്ന് പറയുന്ന പ്ലേക്കകത്ത് നമ്മൾ ഇതുപോലെ ഈ മോഹനും ഭാസ്കറും പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട് കനോട്ട് ബി റേപ്ഡ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ബേസിക്കലി നമുക്ക് 2 പ്ലേയുടെയും തീമും സമ്മറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡിജിറ്റൽ ടെക്നോളജി ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഡെലിവറിങ് ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്ററിക്കൽ പെർഫോമൻസ് ടുഡേ, എലാബറേറ്റ്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിജിറ്റൽ തിയേറ്ററിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി നമുക്കറിയാം, ഈ സ്റ്റേജ് പ്രൊജക്ഷൻസും മൾട്ടിമീഡിയ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഈ ഹോം എന്ന് പറയുന്ന പ്ലേയിൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 30 days ഇൻ സെപ്റ്റംബറിൽ നമ്മളത് കാണുന്നുണ്ട്. ആ ഒരു കൗൺസിലിംഗ് സെഷൻ്റെ വോയിസ് റെക്കോർഡിങ്ങും മറ്റ് കാര്യങ്ങളായിട്ടൊക്കെ അത്തരത്തിലുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ നെറേറ്റീവ് സ്ട്രക്ചറിലും ഓഡിയൻസ് എക്സ്പീരിയൻസിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഡിജിറ്റൽ തിയേറ്ററിനെ കുറിച്ചിട്ട് പറയാവുന്നതാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്കറിയാം. കാരണം ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന അവസരങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആകെ 1-2 ചോദ്യങ്ങളാണ് അത്തരത്തിൽ വരാറുള്ളത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇത് ഡയറക്റ്റ് ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത്.
അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു സ്റ്റോറിയും സമ്മറി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ള നോട്ട്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടൊക്കെ അത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പം ഉണ്ടായിരിക്കട്ടെ, നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.